ബദറുൽ മുനീറിൻ്റെ ചേലിലെ ബദറോളി ഒത്തവനാണവൻ. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹരലയും നീന്തിപ്പോയവൻ. ലൈല മജ്നൂവിൻ നാട്ടില് മൈലാഞ്ചി പൂവിട്ട കാട്ടില് ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടു നിന്നെ അമാരനെ. അപ്പോ ഇന്നലെ രണ്ടുപേരും തല്ലും. ഇന്ന് ലൈല മജ്നൂബിൻ പാട്ടിൽ ഇത്രേ ഉള്ളൂ അല്ലേ? ഇന്നലെ ഫുള്ള് കോൺട്രവേഴ്സി ആയിരുന്നു അല്ലേ? ഇന്നലെ എന്തായിരുന്നു മക്കളെ? നെജിലെത്താത്ത ഉയര് നൗഫൽ അല്ലെങ്കിലും അങ്ങനെയാണ്. വേറെ ലെവല്. ഇവളെങ്ങനെയാന്നറിയോ എന്താ പറഞ്ഞേ? ഞാൻ നല്ല ഒരാളെ കളിയാക്കി. എന്ത്? നൗഫലിന്റെ പോലെ ഒരു പുതിയാപ്പിളായ എൻ്റെ ഭാഗ്യം എന്നൊക്കെ കുറെ ആൾക്കാർ ഇട്ടിരുന്നു. ഓൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പോലത്തെ ഒരു പുതിയാപ്പിള എന്ന് പറഞ്ഞ് നടക്കുക. ഓളിന്നെ കളിയാക്കുക ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട്. അതിലൊരു കമന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞാൻ ചിന്തിച്ചൊരു സംഭവമാണ്. രണ്ടാളും രണ്ട് കാറ്റഗറിയിലൂടെ ജീവിച്ചു വന്ന ആളാണ്. ഓളെല്ലാ സൗകര്യങ്ങളോടും ജീവിച്ചു വന്ന ആളാണ്. ഞാൻ ഒരു സൗകര്യം ഇല്ലാതെ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പം എൻ്റെ സൗകര്യവും ഓളെ സൗകര്യമൊക്കെ നോക്കുമ്പോൾ ഓളൊരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഏത് ലൈഫിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഈ ലക്ഷറി ലൈഫല്ലേ ആഗ്രഹിക്കണേ? അങ്ങനെയല്ല, അനക്കെല്ലാം വേണം അങ്ങനത്തെ ഒരു ചിന്ത അല്ലേ? ഞാൻ സത്യസന്ധമായിട്ട് ഞാനൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. ഞങ്ങളുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നല്ല സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ അത് തന്നെയാണ് പ്രശ്നം. അല്ലാതെ വേറെ പറഞ്ഞുതരാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒറ്റ വീട് കാണിച്ചു തന്നു. അതിലാണ് ഞാൻ താമസിക്കണമെങ്കിൽ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ലല്ലോ. എന്തെങ്കിലും ഇപ്പൊ താഴത്തെ വരെ കെട്ടി വന്നില്ലേ? അങ്ങനെയല്ല, അതിലേക്ക് വരുമോ? അതിലേക്ക് വരൂല. എന്നെ എൻ്റെ അടുത്ത് കാറിലൊരു വർത്താനം, പുറത്ത് വേറൊരു വർത്താനം, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇവിടേക്കാണെങ്കിൽ ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരൂല എന്ന് ഓൾ തന്നെ പറഞ്ഞേ. ഓളെന്നല്ല, ഒരുവിധ പെണ്ണുങ്ങളാരും വരൂല. ഒരു മനുഷ്യന് പെണ്ണ് കിട്ടാല്ല ഗൈസ്. നല്ല പെര കൂടി ഉണ്ടാക്കി തന്നെ പെണ്ണ് കിട്ടാല്ല. പിന്നല്ലേ പെരല്ലാത്ത ആൾക്കാർക്ക് കേശൽ ടോക്കാണ്. ഐബു ഒരുപാട് ആൾക്കാര് എന്റെ ഐബു ഗൈസ്, ഇത് വിറ്റാമിന്റെ കുറവാ. ഇവിടെ ഓരോ വെള്ളപ്പുള്ളി മരുന്ന് കൊടുത്തില്ലേ? ഏത് മരുന്ന്? മറ്റേ കഫക്കെട്ടിനും ഇതിനൊക്കെ അതില് ഇതുണ്ടായിരുന്നു, പാരസെറ്റമോള്. ഇവിടെ എങ്ങനെ ആയിന്? അപ്പൊ പൊള്ളിയായിട്ടേക്കും. എല്ലാ വിറ്റാമിനും കൂടി ഒരാളെ കണ്ടില്ലേ? ചാർജറിന്റെ വള്ളി സ്വിച്ച് ഓഫ് ആക്കി, ചാർജറിന്റെ വള്ളി കസാലമ്മക്ക് ഒറ്റക്ക് കേറിയിരിക്കുക. ഞാനിപ്പോ ഈ നടുമുറ്റത്തിൽ ഈ ഒരു ഊനാലുണ്ട്, ഞാൻ ആ കൊയങ്ങി ഗൈസ്. ഇത് ഒറ്റക്ക് അതില് കേറി ഇരുന്നിട്ട് നരസിംഹത്തിലും മോലാലിരുന്ന ആടുന്ന മാതിരി ഇരുന്ന ആട്, കാലൊന്നും നിലത്തുത്തുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ ഓരോ ദിവസം കൊണ്ട് വലുതാവുകയാണ്. ആരാ പറഞ്ഞു കുട്ടികള് കുരുത്തക്കേട് കാണിക്കണത് ബുദ്ധിയുടെ വളർച്ച കൊണ്ടാണെന്ന്? അത് ബുദ്ധിയുടെ വളർച്ചയല്ല, നല്ല പൊളിയുടെ വാറലോണ്ട് നല്ല ചന്തിക്കടി കിട്ടാത്ത കേടാണ്. ഇപ്പൊ ശരിയാക്കി തരാം. മാന്തിയിട്ട് എല്ലായിടത്തും മുറിയാക്കിക്കണിന്റെ. അങ്ങനെ ഉമ്മ പോയിട്ട് ഇന്നൊക്കെ ഏകദേശം എത്ര ദിവസമായിട്ട്? 4 ദിവസമായില്ലേ? 4 ദിവസമായിട്ട് ഞങ്ങൾ ഈ പെരയില് ഒറ്റയ്ക്കാണ് ഗൈസ്. ഞങ്ങള് ഓരോ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ശല്യം തിരിയും. ഇപ്പൊ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് അല്ലേ? എന്താ നിങ്ങൾ പട്ടിണി മൂക്കറ്റ തിന്നുണ്ടല്ലോ? നിങ്ങള് പട്ടിണിയാണെന്നല്ല പറഞ്ഞേ, ഞങ്ങൾ ഈ പെരയിൽ ഒറ്റക്കാണെന്ന് പറഞ്ഞേ. പട്ടിണിയാണ് അത് നോക്കിട്ടോ. ഞാൻ പട്ടിണി തന്നെയാണല്ലോ. എന്റെ തടിയൊക്കെ നോക്കിക്കും ഗൈസ്, പള്ളയൊന്നും ഇല്ല. എനിക്ക് മൊത്തത്തിൽ ഷർട്ടൊക്കെ ഈ കോലായിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ല ഷുഗർ പിടിച്ച ആൾക്കാരുടെ അവസ്ഥയാണ്. പക്ഷെ എന്തായാലും നല്ല സുഖമുണ്ട് ഗൈസ്. അലേഹ പള്ളയുള്ള ടൈമിലും അനക്ക് നോമ്പാണ്. ഇവ പള്ളയുള്ള ടൈമിലും അനക്ക് നോമ്പാണ്. അനക്ക് നോമ്പല്ല, നോമ്പിന്റെ സമയമാണ്. ഈ 2 ടൈമിലും കണ്ടോ ഡ്രസ്സ് മാറ്റിയിട്ട് പിരാന്ത് വന്നിട്ട് പോവാൻ വേണ്ടിട്ട് കള്ളക്കരച്ചിലാണ്. എനിക്ക് ഇതിന്റെ കുറവുണ്ട്. അതൊക്കെ നോറ്റ് കിട്ടിയില്ലേ? കുറവുണ്ടാവും മക്കൾക്ക്. ഈ നോറ്റ് കിട്ടിയില്ല? ഞങ്ങക്ക് കട മുദ്ദെടുത്തു. ഇപ്രാവശ്യം എനക്ക് എല്ലാം നോമ്പ് കൊടുക്കാല്ലേ? എല്ലാം എടുക്കണം. അല്ലെങ്കിൽ വീട്ടി ഞാൻ കൊയങ്ങും.
ഇപ്രാവശ്യം എല്ലാം നോമ്പ് എടുക്കണം ഗൈസ്. ഇപ്രാവശ്യമാണ് ഓൾക്കൊരു ഒഴിവുണ്ടായിരിക്കുന്നത്. കമന്റ് വരും എന്ത് നോമ്പായിട്ട് ഞങ്ങള് മൊത്തം നോറ്റി. ഞാൻ ഓരോരുത്തരുടെ ഇതാണ് കേട്ടോ മക്കളെ. അല്ല ഇവൾക്ക് ഗൈസ് നോമ്പ് എടുക്കാൻ പറ്റിയിരുന്നില്ല. മക്കൾക്കും എന്തിന്റെ പ്രശ്നം ഇനി നമുക്ക് പറഞ്ഞിനി ബ്ലഡ് സർക്കുലേഷൻ, അതായത് ഇവളേന്ന് മക്കൾക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാകൊണ്ടാണ് അന്ന് കുറവുണ്ടാവപ്പോ ഭക്ഷണം നന്നായിട്ട് കഴിച്ചാലാണ് ഇവർക്ക് 100 കിട്ടേണ്ടത് ഒരു 80 കിട്ടേണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്ന അന്ന് പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണല്ലോ നോമ്പെടുക്കല്. മുദ്ദും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നോറ്റ് വീട്ടു ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ഞങ്ങളൊക്കെ നോറ്റി. ഞാനിപ്പോ ഇത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 പ്രാവശ്യം എൻ്റെ ഒപ്പം വന്നിട്ട് ഓൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 പ്രാവശ്യം ഓരോ മക്കളായി. ഇപ്രാവശ്യം ഓൾക്ക് നോമ്പെടുക്കുക. കാരണം ഇപ്രാവശ്യം ഒക്കെ എന്താ കയ്യിലാണ് കുട്ടി അല്ലേ. ഓക്കെ അത് കയറുന്നുണ്ടോ നോക്കി കണ്ടോ നോക്ക്. എന്താ ഇതിനൊക്കെ എന്താ ചെയ്യാ? പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഒരു താഴത്തെ പറയുന്ന നമ്മള് നോമ്പെടുത്തിക്കണേ. എടുത്തുക്കണോ? അതെനിക്ക് ഓർമ്മ ഉണ്ടേ. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? നമ്മള് മുരിങ്ങ താളിപ്പൂ ആ ബാല് ചിന്തു ഇവിടുന്നാണ് എടുക്കാത്തത്. ഇവിടുന്ന് 2 കൊല്ലം എടുത്തിട്ടില്ല? 2 കൊല്ലായിട്ടുള്ളൂ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. അലേഹക്ക് അപ്പൊ അലേഹന്റെ ടൈമിൽ നോമ്പെടുത്തില്ല? അലേഹന്റെ ടൈമിൽ ഞാൻ ഇന്ത്യയുടെയാണ്. അവള് നോമ്പെടുത്തുക്കണോ? ഇല്ല, നോമ്പെടുത്തിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നോമ്പെടുത്തില്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെ അതെനിക്ക് ഓർമ്മയില്ല. ഞാൻ 2 കുട്ടികൾ കിടന്നതാണ് ആ നോമ്പിന്റെ ടൈമിലാണ്. അതുകൊണ്ട് ഈ എന്നെ പറയുന്നുണ്ട് ഈ നോമ്പിന്റെ സമയമാകുമ്പോ എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല എന്ന് ഈ പറയലില്ലേ. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് കുറെ ആൾക്കാർ പേഴ്സണലി ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിനു എങ്ങനെയാണ് തടിച്ചത് എന്നുള്ളത് ചോദിക്കണ്ടേ. എന്താ ആര് തന്ന പൊടിയാണ് അത്? നല്ലോണം തിന്ന് തടിച്ച് കുത്തി കയറ്റിക്കണം. എന്താണ് എന്താ നല്ലോണം ഭക്ഷണം കഴിക്കലുണ്ട് ഗൈസ്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് കഴിച്ചത് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണം അല്ലാണ്ട് കഴിച്ചത് പറഞ്ഞാ പൊടി. അതിലെന്തൊക്കെയാണ്? ബദാം, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, അരിപ്പൊടി, അതൊക്കെ അല്ലേ? അരിപ്പൊടി അതൊക്കെ അല്ലേ? അരിപ്പൊടി, അരി വറുത്ത് അത് ഞാൻ അവിലിന്റെ കഴിച്ചിനി. അതിന്റെ വിച്ചാപ്പന്റെ വൈഫ് ഉണ്ടാക്കി തന്ന് മാമി. ഇത് എന്റെ അമ്മച്ചിന്റെ ഏട്ടത്തി ഉണ്ടാക്കിയത്. ഇത് അരിയും മറ്റേത് അവിലും. ഇനി ആൾക്കാർക്ക് അറിഞ്ഞോട്ടെ. അല്ല കുറെ ആൾക്കാർക്ക് അറിയാലോ. അണ്ടിപ്പരിപ്പ് ശരിക്കും എനിക്കറിയില്ല. അങ്ങനൊക്കെ നമ്മൾ ഈ എള്ളും കടലൊക്കെ ഞങ്ങളവിടെ അത് പറയും. അരിപ്പൊടി, അരി വറുക്ക. ഇവിടെ അങ്ങനെ എല്ലാം തോന്നില്ലേ. പാവുണ്ട് കേട്ടോ. ഒറ്റക്ക് നീ ചാരും പാലും കൊടുക്കാത്തോണ്ട് കേറി കുടിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിട്ടൊക്ക ആണിന്റെ അല്ല പെണ്ണിന്റെ സത്യം. പക്ഷെ ഇവളെ പ്രസവിച്ച് നടന്നതിൽ നമുക്ക് ഇപ്പാന്റെ മരണം ഭയങ്കര എന്തോ ഒരു ഇതായിരുന്നു അതിലേ. നിങ്ങളെ ഹോസ്പിറ്റലില് അങ്ങനെ ഇങ്ങനെ ഒരു നമുക്ക് ഭയങ്കര ടെൻഷൻ. വേണ്ടേന്ന് അന്നെ പറഞ്ഞിട്ടില്ല, അലേഹനെ പറഞ്ഞത് ഗൈസ്. സൗന്ദര്യം പിന്നെ നമുക്ക് സമാധാനം സന്തോഷം. ഞാനൊക്കെ വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലൊരു പെൺകുട്ടീനെ എനിക്ക് കിട്ടൂലേ? കിട്ടൂലേ? കിട്ടും. ലേശം നിറം കുറഞ്ഞോണ്ടാണ് പ്രശ്നം. ഇപ്പൊ ഓള് ഇന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് തേക്കുണ്ട്. രാത്രി മുഖത്തൊക്കെ ഓരോ ക്രീമൊക്കെ വാരി തേക്കുണ്ട്. മുഖമൊക്കെ തുടക്കുന്നുണ്ട്. അപ്പൊ ഞാനും നോക്കും നിങ്ങളിന്റെ ക്രീമൊക്കെ തുടക്കല്ലേ ചോദിച്ചങ്ങള്. അല്ല ഗൈസ്, ഞാൻ തടി കൊടുക്കുന്ന ടൈമില് എന്താക്കി മുഖമൊക്കെ ഫുള്ള് ചുളുങ്ങി എന്തോ ഒരു കോലാവുക. അപ്പൊ ആകെ ഇങ്ങനെ കരിവാളിച്ച്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കറുത്തിട്ടാണല്ലോ, അതിൽ കൂടെ ഒരു കരിവാളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ എന്താക്കി നമ്മുടെ തന്നെ പർപ്പിളിന്റെ ക്രീം ഇരിക്കുന്നുണ്ട്. ഗുഡ് റിസൾട്ടാണ് ഗൈസ്, അടിപൊളി റിസൾട്ട്. എമ്മ ഗ്ലോ അല്ലേ, പുറത്തെ വിട്ട ഗ്ലോ. ഞാനിതൊരു 10 ഒരു മിനിമം ഒരു 15 ഓർഡർ ചെയ്തിട്ട് ഒരു അണ്ടാവില് കലക്കിയിട്ട് അതിൽ കുത്തിരിക്കാൻ പോവാ രാത്രി. സുഖ. പക്ഷെ അങ്ങനെ വെയിലൊന്നും കൊള്ളരുത്. മറ്റേന്താ വെച്ചാൽ മോഹൻലാലിന് തല പഠിച്ചമാരിയാവും. തല മാത്രം പൊളിക്കോടും, പൗഡറിലൊക്കെ മൊത്തം ഇതാവും. നമ്മൾ കറുപ്പിനെ കുറ്റം പറയട്ടെ, നമുക്ക് ടെൻഷനൊന്നുമില്ല. കാരണം ഇതിപ്പോ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ ആകെ ഒരു ഷുഗർ പേഷ്യന്റിന്റെ അവസ്ഥയാവും. അതാണ് ഞാൻ പെട്ടെന്ന് പിന്നെ മുഖെങ്കിലും ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടോ. മൊത്തം ശരീരം മൊത്തം വാരുന്ന ടൈമിൽ കൊളസ്ട്രോളും ഈ ഫാറ്റും ഒക്കെ പോകുന്ന ടൈമിൽ എല്ലാം ചുങ്ങും. ആദ്യം മുഖത്തുമെന്നാണ് പോവുക, മുഖം, കഴുത്ത്, അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ വയറുമെന്ന് പോവുക. ഓക്കെ, അപ്പൊ എന്തായാലും പോയിട്ട് ഇവിടേക്ക് എത്തിക്കണേ. അപ്പൊ നോമ്പായിട്ട് നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് തരാം. അതായത് നോമ്പുതുറയൊക്കെ നമുക്ക് വെക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ എല്ലാരും വിളിച്ചിട്ടുള്ള നോമ്പുതുറല്ലേ, എന്നും ഓരോ സ്പെഷ്യൽ നോമ്പുതുറ ഉണ്ടാവും സിനുവിന്റെ ചാനലില്. നമ്മള് സ്പെഷ്യൽ നോമ്പുതുറ വിഭവങ്ങള് ഓൾ ഉണ്ടാക്കുന്നതാവും. പിന്നെ
ഈ മാസം തന്നെ നമ്മുടെ പുതിയ ബ്രാൻഡിന്റെ ലോഞ്ച് വരുന്നുണ്ട് ഇൻഷാ അള്ളാ. അതിന്റെ ഡ്രസ്സൊക്കെ അടിച്ച് ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ എവിടെ ഇല്ലാത്ത സാധനമാണ് നമുക്ക് ഇറക്കാന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഓൺ ബ്രാൻഡ് തന്നെ എടുക്കുന്നത്. മോഡലുകളൊക്കെ ഓൾ തന്നെയാണ്. കാരണം ഇത് ഞാൻ അവരോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് പെണ്ണുങ്ങൾ തന്നെ സെലക്ട് ചെയ്യണമല്ലോ. അങ്ങനെ പെണ്ണുങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് അവരുടെ ഐഡിയക്ക് അടിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അള്ളാ പെരുന്നാൾക്ക് ഒരുപാട് ഡ്രസ്സ്, ലേഡീസ് ഡ്രസ്സും കിഡ്സിന്റെ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുക്കുന്നതാവും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അതിലും ഉണ്ടാവുക. 2-3 ഐറ്റം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടീന്. 2-3 ഐറ്റം പോരായ്മകളൊക്കെ ഉണ്ടാക്കുക, ക്ലിയർ ചെയ്ത് ഞങ്ങൾ. അതായത് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അത് പക്ക സാമ്പിൾ നമുക്ക് തന്നെ ക്ലിയർ ആക്കാൻ പറ്റണം. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വരുമ്പോൾ അയ്യോ ഇത് മോശമായി നമുക്കൊരു കസ്റ്റമർ പറയരുത്. നമ്മളെ മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് അല്ലേ? അതായത് സ്റ്റിച്ചിങ് പക്കയാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓൺലൈനാണ് ഇത് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടാവുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം സ്റ്റിച്ചിങ് നമ്മൾ തന്നെയാണ് സ്റ്റിച്ചിങ് മൊത്തം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വിടുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ട്രസ്റ്റ് ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും നമുക്ക് പറയാം ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അലേഹ ഫ്രണ്ടിൽ, സിഡു ബാക്കിൽ, അലൻ ബാക്കിൽ. അല്ലേ അല്ലേ ഉറങ്ങുന്നുണ്ടോ? അല്ലെ ഒന്ന് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. രാവിലെ 5 മണിക്ക് എൻ്റെ പരം നീച്ചാ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും എടി നോമ്പിനുള്ള പർച്ചേസ് ഇപ്പോൾ വേണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? ഇപ്പൊ തന്നെ വേണ്ട. എല്ലാരും വീട്ടിൽ നനച്ചുള്ളി പണികളൊക്കെ തുടങ്ങിയെന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. എല്ലാരും തുടങ്ങി അവസാനിക്കൽ തുടങ്ങിയിരിക്കണേ. നമ്മൾ ഇതുവരെ തുടങ്ങിയില്ല. നമ്മളെന്തായാലും തുടങ്ങാൻ നമുക്ക് കാര്യമായിട്ട് പണികളൊന്നുമില്ല. വലിയ മല്ലിക്കട്ടി വൃത്തിയാക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സിനുവിന്റെ കുറെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാർക്ക് കൊടുക്കണം. ഇങ്ങനെ ഡ്രസ്സ് വാങ്ങി കൂട്ടിട്ടാണ് ആരാപ്പത്? പെമ്മക്കൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒതുങ്ങിയിരിക്കുന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിരിക്കണ. അതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. എല്ലാ സ്വിച്ച് അമർത്തുക, ഞാൻ ഓടിക്കുക, ഞാൻ എന്താണോ ചെയ്യുക അത് ചെയ്യുക. ഇപ്പൊ ഇന്നലെ ഓല് പാല് കുടിക്കണത്, ആ പാലിന്റെ കുപ്പി എടുത്തിട്ട് ഓളെ ബൊമ്മ ടെഡി ബിയറിന് കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗം. വണ്ടി നിർത്തി, വണ്ടി നിർത്താൻ പഠിച്ചു. എന്തൊക്കെ ഒരു അംഗമാണ് ഇവിടെ നടത്തണെന്ന് ഈ കുട്ടി. വണ്ടി പോണില്ല കേട്ടോ. വണ്ടി ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയാണ് നിർത്തിയിട്ടെടുക്കുകയാണ്. ഓക്കെ, സ്വിച്ചുകൾ നിൽക്കുക. എന്തൊക്കെ അവള് ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. ഒക്കെ തിരിക്കുക. ലൈറ്റ് ആണ് കേട്ടോ, വൈപ്പർ ഇടും. പിന്നെ എന്താ പൊളിക്കല്ലേ അത് ഇങ്ങോട്ട് മാറ്റി. അതന്നെ വാ പോട്ടെ പോട്ടെ. പി അലേഹന്റെ കളി കാണാൻ രസാണ് എന്ന് എല്ലാരും പറയും. എന്ത് ഈ പ്രാന്തൻ കളിയല്ലേ ഇവിടെ കളിക്കണേ? പ്രാന്തൻ കളിയല്ലേ ഇവിടെ കളിക്കണേ? പൊട്ടിസൂറ ഏതെങ്കിലും മക്കൾ ഇങ്ങനെ ഉണ്ടാവും? ഈ 1.5 വയസ്സായ മക്കൾ ഇങ്ങനെ ഈ ഷെയറിങ്ങും ഒക്കെ കയറി തെറിക്കുവോ? ഇപ്പൊ തന്നെ വൈപ്പർ കണ്ടില്ലേ? എന്തൊക്കെ ഇവിടെ അംഗം. ബാക്കിലൂട്ടോ കുറച്ച് തമ്പുരാന്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കിഡോപ്പിയിലെ കളക്ഷൻസും കാണിച്ചു തരാം. ഇന്നത്തെ മൊത്തത്തിൽ ഒരു ഔട്ടിങ് കാണിച്ചു തരാം. ഓക്കെ, ബൈ.